ലോകത്തെല്ലായിടത്തും ഭീകരത വിതയ്ക്കുകയും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ തന്നെ കൊല്ലുകയും ചെയ്ത ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആഗോള സമൂഹത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ പോലെയുള്ള മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള അവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണ്? അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? അവർ ഈ മതത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ? ഈ മതത്തിന്റെ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ? ഈ മതം മുന്നോട്ട് വെക്കുന്ന ആർദ്രതയെയും സ്നേഹത്തെയും മനുഷ്യത്വത്തെയും മാനവികതയെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിൽ കൊലപാതകം നടത്തിയത് ഈ ബ്രദർഹുഡ് ആണെങ്കിൽ കൊല ചെയ്യപ്പെട്ടത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു എന്ന ഇസ്ലാമിന്റെ സംരക്ഷണത്തിനും ഇസ്ലാമിന്റെ രാഷ്ട്രീയ സംസ്ഥാപനത്തിനും എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘം കൊന്നുതള്ളിയത് ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിങ്ങളെ തന്നെയായിരുന്നു എന്ന ഒരു വൈരുദ്ധ്യാത്മകത കൂടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഈ ഹുക്കുമത്ത് ഇലാഹി മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് അവരുടെ രാഷ്ട്രീയപരമായ അസ്തിത്വത്തിന് വേണ്ടിയും രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സ്നേഹം കാക്ഷിക്കാൻ കഴിയുക? മക്കയുടെയും മദീനയുടെയും സമ്പന്നമായ കാലങ്ങളിൽ അവിടെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും കൊള്ളയടിച്ചു കൊണ്ടുപോയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കമുള്ള സംഘങ്ങളിൽ നിന്ന് പാഠവും പ്രചോദനവും ഉൾക്കൊണ്ട് ലോകത്തെ പലയിടങ്ങളിലായി രൂപപ്പെട്ട ഈ ബ്രദർഹുഡും അതിന്റെ സന്തതികളും ആ ആശയം പേര് ജീവിക്കുന്നവരും ഇന്ത്യയിലെ മൗദൂദിസ്റ്റ് ആശയത്തിൽ ജീവിക്കുന്നവരടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഈ വികലമായ പ്രത്യയശാസ്ത്രം മതമല്ലെന്ന് നമുക്ക് തിരിച്ചറിയുണ്ടാവണം. വിശുദ്ധ ഇസ്ലാം അത് സൂഫി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്.